ബഹിരാകാശ അന്തരീക്ഷത്തിൽ എങ്ങനെ ബഹിരാകാശ യാത്രികർ അവരുടെ സാധനങ്ങൾ ഉപയോഗിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടോ? നിങ്ങളെ ബഹിരാകാശത്തിലെ ഭ്രമണപഥത്തിന്റെ ആവേശകരമായ ലോകത്തേക്ക് ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകാം. ബഹിരാകാശത്തുള്ള ഭ്രമണപാതയില്ലായ്മയിൽ എല്ലാ വസ്തുക്കളും ഭാരം ഇല്ലാതാകുന്നു. അതുകൊണ്ട് എല്ലാത്തിനെയും സ്ഥിതിയിൽ നിർത്താൻ ഒരു വെല്ലുവിളിയാണ്. അവിടെയാണ് ശാസ്ത്രം വരുന്നത്. മൈക്രോഗ്രാവിറ്റി ഉള്ള വസ്തുക്കളുടെ പെരുമാറ്റം പഠിക്കുന്നതിന് ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നു. ബഹിരാകാശ യാത്രികർ അവരുടെ സംഭരണ സംവിധാനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിനായി അവരുടെ ഗവേഷണങ്ങളിൽ പ്രധാന പങ്കാളിയാണ് മൈക്രോഗ്രാവിറ്റിയിലെ വസ്തുക്കളുടെ ചലനങ്ങൾ മനസ്സിലാക്കുക. ഗുരുത്വാകർഷണ ശക്തി ഇല്ലാതെ വസ്തുക്കൾ സ്റ്റോറേജ് നഷ്ടപ്പെടുത്തുന്നതുകൊണ്ട് സ്പേസ് സ്റ്റേഷനിൽ സാധനങ്ങൾ സുരക്ഷിതമായി സംഭരിക്കാൻ ധാരാളം ശ്രമങ്ങൾ ആവശ്യമാണ്. മൈക്രോഗ്രാവിറ്റിയിലെ വസ്തുക്കളുടെ ഭൗതികശാസ്ത്രം പഠിക്കുന്നതിലൂടെ ബഹിരാകാശ യാത്രികരെ നന്നായി ജീവിക്കാൻ സഹായിക്കുന്നതിന് ഗുരുത്വാകർഷണം കൂടാതെ ബഹിരാകാശത്ത് കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ പഠിക്കുന്നു. അതുവഴി പ്രായോഗിക സംഭരണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നു. ബഹിരാകാശത്ത് കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനാൽ ദൂരെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നമുക്ക് പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിക്കാം. കൂടാതെ വസ്തുക്കളെ പൊങ്ങിക്കിടക്കാതെ സൂക്ഷിക്കാൻ കഴിയുന്ന പാത്രങ്ങളുണ്ടാകും. മാഗ്നറ്റിക് പിടികൾ പോലെയുള്ള സവിശേഷമായി രൂപകൽപ്പന ചെയ്ത സംഭരണ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നു. മൈക്രോഗ്രാവിറ്റിയിൽ മനുഷ്യ ശരീരത്തിന് അവരിലെ കാര്യങ്ങൾ സുഗമമാക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ദീർഘകാല ദൗത്യങ്ങളിൽ അത് പ്രയോജനം ചെയ്യും. ശാസ്ത്രജ്ഞർ ഹ്യൂമൻ റിസോഴ്സ് ആശയപരമായ പരിഗണനകളും വിശകലനം ചെയ്യുന്നു. വിമർശനവും വ്യക്തിഗത വികസനത്തിനായി ശാസ്ത്രജ്ഞർ ഹ്യൂമൻ ഫിസിക്സും പഠിക്കുന്നു. ബഹിരാകാശ യാത്രികർക്ക് സുരക്ഷിതവും ക്രമീകൃതവുമായ സാങ്കേതിക ജീവിതശൈലിയും ക്രമീകരണങ്ങളും നിർണ്ണയിക്കുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളെ കാണുമ്പോൾ ഭ്രമണപാതയില്ലായ്മയിൽ സ്റ്റോറേജിനുള്ള വെല്ലുവിളികളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. കൂടുതൽ ആകർഷകമായ ചർച്ചകൾക്കായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഞങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തിരിച്ചെത്തും.